IPL 2026 കൊട്ടിക്കയറാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിൽ നിന്ന് വിസ്മയിപ്പിക്കുന്ന പ്രവചനവുമായി ഇന്ത്യൻ ഇതിഹാസ താരം അശ്വിൻ. മുംബൈയുടെ ബാറ്റിംഗ് നിരയിലെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയോ ലോക 1 നമ്പർ T20 താരമായിരുന്ന സൂര്യകുമാർ യാദവോ ആയിരിക്കില്ല ഇത്തവണ മിന്നും പ്രകടനം കാഴ്ചവെക്കുക എന്നും പകരം യുവതാരം തിലക് വർമ്മയായിരിക്കും ടീമിന്റെ നെടുത്തൂണാവുക എന്നും അശ്വിൻ പറഞ്ഞു. തന്റെ യൂട്യൂബ് ഷോയായ ആഷ് കി ബത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാറ്റിംഗിൽ തിലക് വർമ്മ, ബൗളിംഗിൽ പതിവ് പോലെ ബുംറ. മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് കരുത്ത് എപ്പോഴും രോഹിത്തിലും സൂര്യയിലുമാണ് കേന്ദ്രീകരിക്കപ്പെടാറുള്ളത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു സീസണുകളായി ടീമിന് സ്ഥിരതയുയർന്ന പ്രകടനം നൽകുന്നത് തിലക് വർമ്മയാണെന്ന് അശ്വിൻ ഓർമ്മിപ്പിച്ചു. എന്റെ അഭിപ്രായത്തിൽ ഇത്തവണ മുംബൈയുടെ ഏറ്റവും മികച്ച ബാറ്റർ തിലക് വർമ്മയായിരിക്കും. ബൗളിംഗിന്റെ കാര്യത്തിൽ ജസ്പ്രീത് ബുംറയല്ലാതെ മറ്റൊരു പേരും ചിന്തിക്കാൻ പോലും കഴിയില്ല, അശ്വിൻ കൂട്ടിച്ചേർത്തു. മുംബൈയുടെ രഹസ്യായുധം അള്ളാ ഗസൻഫർ. ഈ സീസണിലെ മുംബൈയുടെ ഡാർക്ക് ഹോഴ്സ് ആരായിരിക്കും എന്ന ചോദ്യത്തിന് അഫ്ഗാനിസ്ഥാൻ സ്പിന്നർ അള്ളാ ഗസൻഫറിന്റെ പേരാണ് അശ്വിൻ നിർദ്ദേശിച്ചത്. ഗസൻഫർ ഇത്തവണ മുംബൈക്കായി അത്ഭുതങ്ങൾ കാണിക്കും. പുതിയ പന്തിൽ ബൗൾ ചെയ്യാനും പന്തിന് ഡ്രിഫ്റ്റ് നൽകാനും അദ്ദേഹത്തിന് കഴിയും. വേഗത കുറച്ച് പന്തറിയാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. മുംബൈയുടെ പ്ലേയിങ് 11-ൽ അദ്ദേഹം നിർണായക സ്വാധീനം ചെലുത്തും, അശ്വിൻ നിരീക്ഷിച്ചു. തിരിച്ചു വരാനിറങ്ങി മുംബൈ ഇന്ത്യൻസ് വാങ്കഡയിൽ തീപ്പാറും. 2020 രോഹിത് ശർമ്മയുടെ കീഴിൽ അവസാനമായി കിരീടം നേടിയ ശേഷം മുംബൈക്ക് പിന്നീട് പഴയ പ്രതാപത്തിലേക്ക് ഉയരാൻ സാധിച്ചിട്ടില്ല. 2022-ലും 2024-ലും പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തായിരുന്നു അവർ. കഴിഞ്ഞ വർഷം ഹാർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ ക്വാളിഫയർ 2 വരെ എത്തിയെങ്കിലും പഞ്ചാബ് കിങ്സിനോട് തോറ്റു പുറത്താവുകയായിരുന്നു. മാർച്ച് 29-ന് വാങ്കഡെ സ്റ്റേഡിയത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ മുംബൈയുടെ ആദ്യ മത്സരമുണ്ട്. ഹാർദിക് പാണ്ഡ്യ നയിക്കുന്ന ടീമിൽ രോഹിത്, സൂര്യ, തിലക്, ബുംറ എന്നിവരെ കൂടാതെ ട്രെന്റ് ബോൾട്ട്, വിൽ ജാക്സ് തുടങ്ങിയ വമ്പൻ താരങ്ങളുണ്ട്. ലേലത്തിൽ ദക്ഷിണാഫ്രിക്കൻ താരം ക്ലിന്റൺ ഡി കോക്കിനെ തിരികെ എത്തിച്ചത് ടീമിന് കരുത്തു പകരം. ഗുജറാത്തിൽ നിന്ന് മുംബൈയിലേക്ക് വന്നതിന് ശേഷം ഹാർദിക്കിന് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ഇപ്പോഴും ഒരു പോരായ്മയായി തുടരുകയാണ്. അതിനൊരു അറുതി വരുത്താനാവും ഹാർദിക്കിന്റെ ശ്രമം. 2 T20 ലോകകപ്പ് വിന്നിംഗ് ക്യാപ്റ്റന്മാരെ ഹാർദിക് നയിക്കാൻ യോഗ്യതനാണോ എന്ന ചോദ്യം കഴിഞ്ഞ ദിവസം മുൻ ഇന്ത്യൻ താരം കൃഷ്ണമാചാരി ശ്രീകാന്ത് ചോദിക്കുകയുണ്ടായി. അതിന് ഹാർദിക്കിന് മറുപടി നൽകിയേ മതിയാവൂ.